വാസ്തവത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ ഒരു എന്താ പറയുക, ഒരു പിതൃവാത്സല്യം എന്നോട് കാണിച്ചൊരു വ്യക്തിയാണ്. അപ്പം വാസ്തവത്തിൽ അദ്ദേഹം മരണപ്പെട്ട് എനിക്ക് ഒത്തിരി മാനസികമായിട്ട് ഒത്തിരി വിഷമമുണ്ട്. ഈ വാക്കുകൾ കേരള ചരിത്രത്തിലെ ചോര പുരണ്ട ഒരു സംഭവത്തിന്റെ ബാക്കിപത്രമാണ്. ഈ നിമിഷത്തിന്റെ മൂല്യമറിയാൻ ഇത്തിരി ചരിത്രം പറയണം. ഈ ദിവസങ്ങളിൽ പലവട്ടം പറഞ്ഞതാണെങ്കിലും 1950 റെയിൽവേ പണിമുടക്ക് സമരം വിജയിപ്പിക്കാൻ ഇടപ്പള്ളി പോണേക്കരയിൽ പാർട്ടി ഒരു ആലോചനാ യോഗം വിളിച്ചു. യോഗത്തിൽ പങ്കെടുക്കാൻ എം ലോറൻസ് ഇടപ്പള്ളിയിലേക്ക് പുറപ്പെട്ടു. വണ്ടി ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തെ കാത്തിരുന്നത് വേറൊരു വാർത്തയായിരുന്നു. 2 സഖാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരാളെ ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ലോക്കപ്പിലിട്ട് ഭേദ്യം ചെയ്തു കൊന്നെന്നാണ് കേൾവി. ജീവിച്ചിരിക്കുന്ന സഖാവിനെ രക്ഷിക്കണം. ലോറൻസിന് ആശങ്കയുണ്ടായിരുന്നു. സ്റ്റേഷനിൽ എത്ര പോലീസുകാരുണ്ടെന്നോ എത്ര തോക്കുണ്ടെന്നോ അറിയില്ല. വഴിപിടിയില്ല, സ്ഥലം പരിചയമില്ല. പക്ഷെ പ്രസ്ഥാനം സായുധ ആക്രമണം വിപ്ലവപാതയായി സ്വീകരിച്ച കാലമാണ്. പ്രസ്ഥാനത്തിനു വേണ്ടി ചാവാൻ തീരുമാനിച്ചവരാണ്. എന്തും സംഭവിക്കട്ടെ, സഖാക്കളെ രക്ഷിച്ചേ മതിയാകും. പുലർച്ചെ 2 മണിക്ക് അവർ 17 പേർ ഇടപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് ജാഥയായി പുറപ്പെട്ടു. പാറാവ് നിന്ന പോലീസുകാരൻ ബയണറ്റ് പിടിപ്പിച്ച തോക്കുകൊണ്ട് ഒരാളെ കുത്തി. രണ്ടാമതും കുത്താൻ നോക്കിയപ്പോൾ ബയണറ്റിൽ കയറി പിടിച്ച മാത്യുവിന്റെ കൈമുറിഞ്ഞു. സംഘടനം ആയുധങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നു. 2 പോലീസുകാർ മരിച്ചു. ആക്രമണത്തിൽ പങ്കെടുത്തവരെല്ലാം 1 മാസത്തിനകം അറസ്റ്റിലായി. 3-ാം മുറ അതിന്റെ ഏറ്റവും ഭീഭത്സമായ രൂപത്തിൽ ഭരണകൂടം അവർക്കെതിരെ പ്രയോഗിച്ചു. ഉരുട്ടിയും നഖം പിഴുതും വെള്ളം ചോദിച്ചപ്പോൾ മൂത്രം കുടിപ്പിച്ചും കൊടിയ പീഡനം. പരാജയപ്പെട്ട ആ വിപ്ലവ ശ്രമത്തെ പാർട്ടി പിന്നീട് പാതയിൽ നിന്നുള്ള വ്യതിചലനമായി കണ്ട് തള്ളിപ്പറഞ്ഞു. ഇന്ന് 74 വർഷത്തിന് ശേഷം ഇടപ്പള്ളി ആക്രമണത്തിന് നേതൃത്വം കൊടുത്തവരിൽ അവസാനത്തെ സഖാവ് അന്ത്യയാത്രയിലാണ്. യാത്രയാക്കാൻ സ്റ്റേഷൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോലീസുകാരൻ KJ മാത്യുവിന്റെ മകൻ ജോസുമെത്തി. എൻ്റെ അച്ഛൻ്റെ കല്ലറയല്ല, അടക്കിയതിൻ്റെ അവിടെ ഞാനൊരു സ്ലാബ് വെച്ചു. ഇൻ ലവിങ് മെമ്മറി ഓഫ് PC KJ മാത്യു, മാർട്ടിയർ ഓഫ് എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ അറ്റാക്ക് 1950. ഇങ്ങനെയായിരുന്നു ഒരു ബ്ലാക്ക് സ്റ്റോൺ. അപ്പോൾ ഒരു ദിവസം ഒരു വർഷം ചിലപ്പോഴത്തേക്ക് കണ്ടില്ല, ഈ സ്ലാബ് കണ്ടു. അപ്പം പള്ളിയുടെ റിനോവേഷന് വേണ്ടിയിട്ട് അത് എടുത്തു പറഞ്ഞെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്കതിനെപ്പറ്റി ഇൻഫർമേഷൻ ഒന്നും. വാസ്തവത്തിൽ എൻ്റെ മനസ്സിൽ ഒത്തിരി വിഷമമുണ്ടായ കാര്യം. അപ്പോൾ ഞാനൊന്ന് ഈ ലോറൻസ് അങ്കിളിനോടൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാം, അങ്കിളിന് വല്ല അച്ഛന്മാരുമൊക്കെ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വെക്കാനുണ്ട്. അപ്പോൾ ഞാൻ അങ്കിളിൻ്റെ ഒക്കെ ചെന്നു. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത അങ്കിളെ, ഞാൻ ഞങ്ങളുടെ മകനാണ്. എന്നെ കെട്ടിപ്പിടിച്ചു. ഒരു വാസ്തവത്തിൽ നല്ലൊരു മൂമെൻ്റായിരുന്നു. ഈ ഞങ്ങൾ തമ്മിൽ ഇരുന്ന് കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞ് എന്ത് ചെയ്യുന്നു, അപ്പോൾ ഞാൻ ചില കാര്യങ്ങളില്ല, ശരി മോനെ ഞാൻ നോക്കാം, ഞാൻ എൻ്റെ ബന്ധപ്പെട്ട് ഞാൻ നോക്കാം. പള്ളിയൊക്കെ ആയിട്ടുള്ള ബന്ധം മോനറിയാമല്ലോ. അതായത് ഞാനായാലും എൻ്റെ നിലയിൽ നമുക്ക് റീഇൻസ്റ്റേറ്റ് ചെയ്യാനായിട്ടുള്ള ഇത് എൻ്റെ ചരിത്രം അങ്ങനെയാണ്. അത് വർത്തമാനത്തിന്റെ ചില അടരുകളിൽ വന്ന് ഘനീഭവിച്ചു നിൽക്കും. ഈ ഫ്രെയിം നോക്കൂ. ഇതെന്നത്തേക്കും ചരിത്രത്തിലേക്ക് എംബഡ് ചെയ്യപ്പെടുകയാണ്. ഇതിലൊരാൾ ഇടപ്പള്ളി സംഭവത്തിൽ കൊല്ലപ്പെട്ട പോലീസുകാരന്റെ മകൻ, രണ്ടാമൻ സ്റ്റേഷൻ ആക്രമണം നടത്തിയ സഖാക്കളിൽ ഒരുവന്റെ മകൻ. ഇരുവരും ഒന്നിച്ച് സഖാവ് MM ലോറൻസിനെ യാത്രയാക്കുന്നു. കാലം സാക്ഷി, ചരിത്രം സാക്ഷി. ന്യൂസ് മലയാളം, കൊച്ചി.